പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ഏത് അവസ്ഥയും അനുഗ്രഹിക്കപ്പെടാനും അതെല്ലാം തന്നെ കൃപയാക്കി മാറ്റി രക്ഷാഗ്രഹമാക്കി മാറ്റുവാനും എപ്പോഴും ആഗ്രഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകള്, ഞങ്ങളുടെ വേദനകള്, ദുഃഖഭാരങ്ങള്, കർത്താവെ, ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെയും വേദനകള്, സങ്കടങ്ങള്, രോഗപീഠകള്, സാമ്പത്തിക ഞെരുക്കങ്ങള്, കഷ്ടപ്പാടുകള്, ദാരിദ്ര്യം, ഇല്ലായ്മകള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം അനുഗ്രഹമാക്കി മാറ്റുന്ന സർവാധിപനും സർവശക്തനുമായ കർത്താവെ, ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും അമ്മ മാതാവിന്റെ സാന്നിധ്യത്തിനു വേണ്ടി ഞങ്ങളുടെ ഓരോ അവസ്ഥകളും ഓരോ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിലൂടെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഈ മക്കളെല്ലാവരെയും അതിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിന്റെ കൃപ നിറഞ്ഞ സാന്നിധ്യം വലിയ സന്തോഷവും കരുത്തു നൽകി, അത്ഭുതങ്ങളുടെ വലിയ അഭിഷേകം നൽകി ഈ മക്കളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം, സംരക്ഷണം, മധ്യസ്ഥവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അമ്മ മാതാവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ലഭിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു ബലം, ഭയങ്കര കരുത്താ. നമുക്കറിയാം, നമ്മുടെ കൂടെ കരുത്തുള്ള ഒരാളുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റും. ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ കരുത്തുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ദൈവകൃപ നിറഞ്ഞവൻ, ആ കരുത്തെന്താ? കർത്താവ് കൂടെയുള്ളവൻ, ആ കരുത്തെന്താ? നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്തവൾ, ആ കരുത്തെന്താ? ഇത്രമാത്രം ശക്തിയായ പരിശുദ്ധ അമ്മ ഈ ലോകത്തിലെ ഏത് സഹനത്തെയും കഷ്ടപ്പാടിനെയും അതിജീവിച്ച പരിശുദ്ധ അമ്മ. അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങൾക്ക്, കുടുംബങ്ങൾക്ക് വലിയ ശക്തി തരും, കരുത്ത് നൽകും, ഉറപ്പ് നൽകും. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളില് അമ്മയെ നമ്മുടെ കുടുംബത്തിലേക്കും ജീവിതത്തിലേക്കും വിളിച്ച് ഇടപെടുത്തിച്ചുകൊണ്ട് അമ്മയുടെ കൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ തിരുവചന ഭാഗത്ത് ഈശോയുടെ ജനനത്തെ കുറിച്ച് പറയുന്ന വചനഭാഗമാണ്. നമുക്കറിയാം, ബെത്ലഹേമില് പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയില് യോസേഫ് പിതാവ് മാതാവിനെ കൊണ്ട് ആ കണക്കെടുപ്പിന് പോകുന്ന രംഗം നമുക്കറിയാം. അവർക്ക് സത്രങ്ങൾ കിട്ടുന്നില്ല, താമസിക്കാൻ ഇടം കിട്ടുന്നില്ല. അവസാനം കാലിത്തൊഴുത്തില് ഈശോയെ ജന്മം കൊടുക്കേണ്ടി വന്ന ഒരവസ്ഥ. മാതാവ് സഹനത്തിലൂടെ, കഷ്ടപ്പാടിലൂടെ, തിരസ്കരണത്തിലൂടെ ഒക്കെ കടന്നു പോയപ്പോ അമ്മയുടെ കരുത്ത് അത് ഭയങ്കര കരുത്താണ്. അമ്മ പരാതിപ്പെടാതെ, സങ്കടപ്പെടാതെ ദൈവമായ കർത്താവിന്റെ പദ്ധതിക്കനുസരിച്ച് ഇതാ ഈ കാര്യത്തൊഴുത്തിന് ഈശോയെ ജന്മം കൊടുത്തു. നമുക്കറിയാം, ആ ഒരു കരുത്ത്, ആ ഒരു ശക്തി, അത് അമ്മയുടെ വലിയൊരു അഭിഷേകത്തിന്റെ കരുത്താണ്. അവിടെ ഈശോയ്ക്ക് ജന്മം കൊടുത്തു കഴിഞ്ഞപ്പോ നമ്മൾ കാണുന്നുണ്ട്, സ്വർഗം അവിടേക്ക് ഇറങ്ങി വരിക, മാലാഖമാര് വരുന്നു, അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നിറയപ്പെടുന്നു. ആ കാലിത്തൊഴുത്ത് ദേവാലയമായിട്ട് മാറുകയാണ്. അതിനുവേണ്ടി അമ്മ ഏറ്റെടുത്ത സഹനങ്ങള്, കഷ്ടപ്പാടുകൾ, ദൈവാശ്രയത്വം, ഇതാ കർത്താവിന്റെ ദാസി. ഈ കരുത്തോട് കൂടി അമ്മ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കഷ്ടപ്പാടിലേക്കും കടന്നു വരാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മളെല്ലാവരും പലതിനെ കുറിച്ചും സങ്കടപ്പെടുന്നവരും, നിരാശപ്പെടുന്നവരും, കഷ്ടപ്പെടുന്നവരും, അധ്വാനിക്കുന്നവരും, പലതിലും തിരസ്കരിക്കപ്പെട്ട് സഹായിക്കേണ്ടവര് സഹായിക്കുന്നില്ല. ഒത്തിരിയേറെ സഹായിക്കാമായിരുന്നവരുണ്ടായിരുന്നു, സഹായിച്ചില്ല. അങ്ങനെ വേദനിക്കുന്നവരെ നമ്മളൊക്കെ ഇവിടെ ഈ അമ്മ മാതാവിന്റെ സാന്നിധ്യം നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് സഹനങ്ങൾ ഏറ്റെടുക്കാൻ, കഷ്ടപ്പാടുകൾ ഏറ്റെടുക്കാൻ, ആരൊക്കെ ഉപേക്ഷിച്ചാലും തിരസ്കരിച്ചാലും കർത്താവ് കൂടെയുണ്ട് എന്നൊരു ഉറപ്പോടുകൂടി അവിടെ കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിക്കാൻ, കർത്താവിന് ജന്മം കൊടുക്കാൻ, വചനത്തെ മാംസം ധരിപ്പിക്കാൻ നമുക്ക് കൃപ വേണം. അതിന് ആര് വേണം? കൃപ നിറഞ്ഞ അമ്മ നമ്മുടെ കൂടെ
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, അമ്മ മാതാവിന്റെ പ്രത്യേക മധ്യസ്ഥത്തില് നമ്മുടെ എല്ലാ വേദനകള്, ദാരിദ്ര്യം, ഇന്ന് അനേക മക്കള് സാമ്പത്തിക തകർച്ച, കടബാധ്യത, മുന്നോട്ട് പോകാൻ പറ്റാതെ വേദനിക്കുന്ന അനേക മക്കൾ എല്ലാവരും ഉപേക്ഷിച്ചു. സഹായിക്കേണ്ടവരെ സഹായിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ, ആ ബെത്ലഹേമില് അവരെ സഹായിക്കാമായിരുന്ന അനേകം പേരുണ്ടായിരുന്നു. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അവർക്കൊക്കെ സഹായിക്കാമായിരുന്നു, സഹോദരങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് പലർക്കും സഹായിക്കാമായിരുന്നു. ആരും സഹായിച്ചില്ല. അവിടെയും കരുത്തോടെ ഈ അമ്മ മാതാവ് മുന്നോട്ട് പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു കരുത്ത് നമുക്ക് വേണം. നമുക്കൊക്കെ അറിയാലോ എന്തെല്ലാം പ്രതിസന്ധികൾ, ആർക്കും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഇതൊക്കെ ഉണ്ടാകുമ്പോ അമ്മ മാതാവിന്റെ സാന്നിധ്യം, അമ്മയുടെ മാധ്യസ്ഥം, അമ്മയുടെ സഹായം നമ്മ മുന്നോട്ട് നയിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികളില്, നമ്മുടെ തകർച്ചകളില്, നമ്മുടെ കഷ്ടപ്പാടില്, സാമ്പത്തികമായ ഞെരുക്കങ്ങളില്, ഒറ്റപ്പെടുത്തപ്പെട്ട മേഖലകളൊക്കെ നമുക്കുണ്ട്. ഇവിടേക്കൊക്കെ അമ്മ മാതാവിനെ വിളിക്കാം. അമ്മയുടെ ശക്തമായ സാന്നിധ്യം, അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം, അമ്മയുടെ ശക്തമായ സഹായം നമുക്ക് നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകും, സ്വർഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. അത് ദേവാലയം പോലെ മാറുന്ന വലിയ അഭിഷേകം ഉണ്ടാകും. ഈ ഞെരുക്കങ്ങളില്, ഈ കഷ്ടപ്പാടുകളില് നമ്മുടെ അവസാനമല്ല. അനേക മക്കള് നിരാശപ്പെട്ട്, പരാതിപ്പെട്ട്, ഒത്തിരിയേറെ അവസാനം ആയി എന്നുള്ള രീതിയിൽ പോലും ചിന്തിക്കുന്നവരുണ്ട്. അല്ല മക്കളെ, അവിടെയും അമ്മ മാതാവ് നമ്മെ സഹായിച്ചാൽ, അമ്മയുടെ കൃപ നിറഞ്ഞ ശക്തി നമ്മിൽ നിറഞ്ഞാൽ, അതിനെയും അതിജീവിച്ച് വലിയ അഭിഷേകത്തില്, വലിയ അനുഗ്രഹത്തില് നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ മാറ്റുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് കാലിത്തൊഴുത്തില് ഈശോയെ ജന്മം കൊടുത്ത പരിശുദ്ധ അമ്മ നമ്മുടെ ഈ കാലിത്തൊഴുത്ത് അനുഭവങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. അവിടെ അമ്മ നയിച്ചോളും, അമ്മ സഹായിച്ചോളും, അമ്മ ഇടപെട്ടോളും. അമ്മയുടെ സാന്നിധ്യം നമ്മുടെയും കുടുംബങ്ങളെ ദേവാലയത്തിന്റെ ചൈതന്യത്തിലേക്കും സ്വർഗത്തിന്റെ സാന്നിധ്യത്തിലേക്കും നിറയ്ക്കും, നയിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അമ്മയെ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക്, ഈ അമ്മയെ ഈ കാലിത്തൊഴുത്തിലേക്ക് വന്ന് ഈശോയെ അവിടെ ജന്മം കൊടുത്ത് ദൈവാലയമാക്കി മാറ്റി സ്വർഗ സാന്നിധ്യം കൊണ്ട് നിറച്ച അമ്മ മാതാവേ, എന്റെ കുടുംബത്തിലേക്കും ഈ അവസ്ഥകളിലേക്ക് അമ്മ കടന്നു വരണം. എന്റെ കുടുംബത്തെയും ഇതുപോലെ ആക്കണം. പ്രാർത്ഥനയോടെ അമ്മയുടെ മധ്യസ്ഥത്തില്, ദിവ്യകാല സന്നദ്ധിയില് ഒരു വലിയ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. അതറിയാവുന്ന പരിശുദ്ധ അമ്മ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോ, കഷ്ടപ്പാടുകൾ വന്നപ്പോ, എല്ലാവരും ഉപേക്ഷിച്ചപ്പോ, ദാരിദ്ര്യം വന്നപ്പോ ഒരിക്കൽ പോലും പരാതിപ്പെടാതെ അങ്ങയോട് ചേർന്ന് ആയിരുന്നു, അങ്ങേക്ക് സമർപ്പിച്ചു. നല്ല ഈശോയെ, കാലിത്തൊഴുത്തില് അങ്ങേക്ക് ജന്മം നൽകുന്ന സമയത്ത് പരിശുദ്ധ അമ്മ സഹിച്ച വേദനകള്, തിരസ്കരണങ്ങള്, കഷ്ടപ്പാടുകള്, ദാരിദ്ര്യം, ഇല്ലായ്മ, ഏകാന്തത, ഒറ്റപ്പെടുത്തല്, അതെല്ലാം അമ്മ കരുത്തോടെ ഏറ്റെടുത്തു. ഇന്ന് അമ്മ മാതാവിന്റെ ആ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോ, ഈ ലോക ജീവിതത്തില് ഞങ്ങളിപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വേദനകള്, സഹനങ്ങള്, സാമ്പത്തിക ഞെരുക്കങ്ങള്, തകർച്ചകള്, കടബാധ്യതകള്, രോഗപീഠകള്, ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥകള്, ഇതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അമ്മ മാതാവിന്റെ വലിയൊരു സാന്നിധ്യം, വലിയ കൃപ നൽകി, ശക്തി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. അങ്ങയുടെ ശക്തമായ സാന്നിധ്യം അമ്മയിലൂടെ കാലിത്തൊഴുത്തില് നിറഞ്ഞതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലും, ഞങ്ങളുടെ വീട്ടിലും, ഞങ്ങളുടെ ബിസിനസ്, ജോലി, പഠനം, ഇല്ലായ്മകള് എല്ലാത്തിലും കർത്താവേ വലിയ സാന്നിധ്യം അങ്ങ് നിറച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, ഈശോയുടെ കൂടെ ഇരുന്നു കൊണ്ട് ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് കടന്നു വരണം. അക്കാലിത്തൊഴുത്തിന് സ്വർഗത്തിന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ച അമ്മ മാതാവേ, അക്കാലിത്തൊഴുത്തിന് ദേവാലയമാക്കി മാറ്റിയ അമ്മ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തെയും സ്വർഗ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുവാൻ, ദേവാലയം പോലെ കർത്താവിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുവാൻ അമ്മ മാതാവേ, അമ്മ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരണം.
ഞങ്ങളുടെ വീട്ടിലേക്ക്, ഞങ്ങൾ ഇരിക്കുന്ന ഈ മുറിയിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ മക്കളുടെ പഠനത്തിലേക്ക്, സ്വഭാവത്തിലേക്ക്, ജീവിത മേഖലകളിലേക്ക്, സാമ്പത്തിക തകർച്ചകളിലേക്ക്, കടബാധ്യതകളിലേക്ക്, ജപ്തിയായി നിൽക്കുന്ന അവസ്ഥകളിലേക്ക്, ബാങ്കിൽ ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് അങ്ങ് കടന്നു വരണം. അമ്മ മാതാവേ, ഞങ്ങളുടെ ഈ അവസ്ഥകളിലേക്കൊക്കെ അമ്മ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയതാകത്തോടെ എളിമയോടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അമ്മ മാതാവിന്റെ വലിയ സാന്നിധ്യം ഈശോയോട് കൂടെ നമ്മുടെ എല്ലാ അവസ്ഥകളിലേക്കും നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കാലിത്തൊഴുത്ത് ദേവാലയമായി മാറിയതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ അവസ്ഥകളും സ്വർഗത്തിന്റെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയട്ടെ. ദേവാലയത്തിന്റെ വലിയ കൃപാഭിഷേകത്താൽ നിറയട്ടെ. അതിലൂടെ സാമ്പത്തിക തകർച്ചകളും എല്ലാ പ്രതിസന്ധികളും മാറി ഞങ്ങളുടെ കുടുംബവും സന്തോഷത്തിലും സമാധാനത്തിലും നിറയപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് മാതാവേ, ഈശോയുടെ സാന്നിധ്യത്തില് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് അമ്മ വസിക്കണം, ഇടപെടണം. സ്വർഗ സന്തോഷം കൊണ്ട് ഞങ്ങൾ നിറയട്ടെ. ദേവാലയ പരിശുദ്ധി കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങൾ നിറയട്ടെ. ഈശോ ജനിക്കുന്ന വലിയ അഭിഷേകം ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും അനുഭവവേദ്യമാകട്ടെ. എല്ലാം സമർപ്പിച്ച് നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ കൃപ ചൊരിഞ്ഞ് സാന്നിധ്യം നൽകി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന് കാലിത്തൊഴുത്ത് ദേവാലയമാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ വീടും കുടുംബവും ഞങ്ങളുടെ ജീവിതങ്ങളും ദേവാലയത്തിന്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി ഈശോയെ തൊട്ട് ആശീർവാദം സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, പരിശുദ്ധ അമ്മയും അവിടുന്നും ഞങ്ങളുടെ കുടുംബത്തില് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. യോസേപ്പിതാവിന്റെ സാന്നിധ്യവും തിരുക്കുടുംബത്തിന്റെ സാന്നിധ്യവും ഞങ്ങളുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ദേവാലയത്തിന്റെ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാ നിയോഗങ്ങളും എല്ലാ പ്രാർത്ഥനകളും ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഓരോ മക്കളുടെ ഹൃദയാഭിലാഷങ്ങൾ, അവസ്ഥകൾ, വേദനകൾ, കടബാധ്യതകൾ എല്ലാത്തിനും മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വയം അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ, സമാധാനം നൽകണമേ, സന്തോഷം നൽകണമേ, സൗഖ്യം നൽകണമേ.